നല്ല ഫിലിം ഗുഡ് മെസ്സേജ് ന്യൂ തീം. പടം എങ്ങനെയുണ്ടോ ചോദിച്ചാൽ ഫസ്റ്റ് ഹാഫ് ഒരു നമ്മൾ വിചാരിച്ച് ന്യൂബോളിയുടെ കംബാക്ക് തന്നെയാണെന്ന്. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോഴോ കംബാക്ക് അല്ലേ ഗോ ബാക്ക് തന്നെയാണെന്ന് ഉറപ്പിച്ച്. കാരണം സെക്കൻഡ് ഹാഫൊക്കെ ഒരു ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തിനോ വേണ്ടി എടുത്തോലായി കളഞ്ഞു. ഫസ്റ്റ് ഹാഫൊക്കെ കിടിയ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്കൊരു ഭയങ്കര സംതൃപ്തി നൽകി കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫ് ഒരു ഹൈ മൊമെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് ഒരു അവിയൽ പരിപാടി എന്തിനോ വേണ്ടി തീർത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാക്കി കളഞ്ഞു. നമുക്കൊരു ഫസ്റ്റ് ഹാഫ് പൂർണ്ണ സംതൃപ്തിയും സെക്കൻഡ് ഹാഫ് നിരാശയും നൽകിയൊരു പടമായിപ്പോയി. സെക്കൻഡ് ഹാഫ് സത്യം പറഞ്ഞാൽ ഒരു കഥ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു കോംബോയും കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് കൊണ്ടുവന്ന് സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴത്തേക്കും പോയി ഇമോഷണലാണ്. കാരണം കൂടുതൽ ഈ ഇമോഷണലും സംഭവങ്ങളെല്ലാം കൊണ്ട് കയറ്റിയിട്ട് പടം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞു. സെക്കൻഡ് ഹാഫ് നശിപ്പിച്ച് കളഞ്ഞു. നിവിൻ പോളിയുടെ ഒരു കംബാക്ക് തന്നെയാണ്. നമ്മൾ കുറേ പടം നിവിൻ പോളി ലാസ്റ്റ് ഫ്ലോപ്പായിരുന്നു. പക്ഷേ ഈ പടം നല്ലൊരു കംബാക്കാണ്. കംബാക്ക് വന്നിട്ട് നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വന്ന ഒരു കംബാക്കാണ്. കോമഡിയൊക്കെ നല്ല രീതിക്ക് വർക്കൗട്ടാണ്. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല കോമഡിയാണ്. സെക്കൻഡ് ഹാഫ് ഇപ്പോൾ പടത്തിൻ്റെ ഒരു എമോഷൻസ് കഥയാണ്. പടം എന്തായാലും ഫാമിലി ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു ക്രിസ്മസ് ചിത്രമാണ്. ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ചിത്രം. തിരിച്ചുവരവാണ്. കാരണം ഇത് ഉറപ്പായിട്ടും എല്ലാ ഫാമിലീസും അക്സെപ്റ്റ് ചെയ്യുന്ന പടം. ഇത് മറ്റേ മസാല ആക്ഷൻ പടം അല്ല. ജസ്റ്റ് നമ്മൾ നല്ലൊരു മലയാളികൾ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി പടം. ഹ്യൂമറൊക്കെ നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട്. അത് ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല കോമഡിയൊക്കെ നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് അടിച്ചു പൊളിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു പടം. സൂപ്പർ പടം, കിടിലം പടം. നിവിൻ പോളിയുടെ കംബാക്ക് സൂപ്പർ സിനിമ, നല്ല സിനിമ. കോമഡി ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല സിനിമ. ഈ ക്രിസ്മസ് ഈ പടം തന്നെയാണ് ഹിറ്റ്. ഫാമിലി മൊത്തം കൊള്ളാം ബ്രോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, എനിക്ക് ഇമോഷണലി കണക്റ്റായി. ഒരു കംബാക്കാണ് നിവിൻ്റെ. ഒരു പഴയ പടം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഫുൾ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. അതേ ലൈനാണ്. പക്ഷേ എന്താ പറയുക, നിവിൻ്റെ വെച്ച് കാണുമ്പോൾ നിവിൻ്റെ നമ്മൾ വരെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നിവിൻ്റെ ഒരു പടം നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്തായിരുന്നു. അജുവിൻ്റെ കോമഡി എല്ലാം വർക്കായി. ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇമോഷണലാണ്. അത് എല്ലാവർക്കും വർക്കാവുന്നില്ല, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ വർക്കായി. എല്ലാവർക്കും വർക്കാവും. അങ്ങനെ നല്ലൊരു എന്റർടൈനറാണ്. ഫാമിലി ക്രിസ്മസ് ലീവ് അല്ലേ, ഫാമിലിയെ കയറും 100%. പടം കൊള്ളാം. സൂപ്പറായിട്ടുണ്ട്. നിവിൻ പോളിയുടെ അഭിനയം, ആ പെങ്കോച്ചിന്റെ അഭിനയം എല്ലാം കൊള്ളാം. സ്റ്റോറി നല്ല ഇമോഷണൽ കഥയാണ്. ഇഷ്ടപ്പെടും. ഫാമിലി ഓഡിയൻസിനെല്ലാം ഇഷ്ടപ്പെടും. കോംബോ കൊള്ളാം. നല്ല കോംബോ. പണ്ടത്തെ കോംബോ തന്നെയാണ്. കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. വെയിറ്റ്. പടം കൊള്ളാം. നല്ല പടം. കോമഡി ഹ്യൂമർ എല്ലാം. ഈ കയറും. നൈസ് പടമായിരുന്നു. പിന്നെ നിവിൻ പോളിയുടെ കംബാക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കോമഡിയിലെ നല്ല വർക്കൗട്ട്. എല്ലാവർക്കും, എല്ലാ ഓഡിയൻസും ചിരിക്കുകയെല്ലാം ഉണ്ടായത്. കാരണം വർക്കൗട്ട് ആയതുകൊണ്ടാണല്ലോ എല്ലാവരും ചിരിക്കുന്നത്. അപ്പം പിന്നെ നല്ല രീതിയിൽ കോമഡിയിലെ വർക്കൗട്ട് ഉണ്ട്. ഫാമിലി കൂടി പടമാണ്. നെവിനും അജും പഴയതുപോലെ തന്നെ വടക്കൻ സെൽഫിയിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെയാണ്. നല്ല കോമ്പിനേഷനാണ്. പിന്നെ എനിക്ക് നെവിൻ പോളിയുടെ പെർഫോമൻസ് ഭയങ്കര ഇതായിട്ട്. ഫാർമയ്ക്കും നല്ല പെർഫോമൻസ് ആയിരുന്നു പുള്ളി കാഴ്ചവെച്ചത്. ഇതിലും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതെ, പക്ക പാച്ചു അത്ഭുതം. എനിക്ക് പാച്ചു അത്ഭുതത്തിന് കുറെ ടച്ച് ചെയ്യലും തോന്നിയായിരുന്നു പടം കണ്ടപ്പോൾ. അതേ രീതി തന്നെയാണ് ഏകദേശം. ഓക്കെ, താങ്ക്സ്. പടം നല്ലതാണ്. നമുക്ക് പഴയ നിവിൻ പോളിയെ കാണാൻ പറ്റിയിട്ടുണ്ട്. കോമഡിയും കണക്ട് ആയിട്ടുണ്ട്. ഇമോഷണലി കണക്ട് ആവുന്നുണ്ട് പടം. പിന്നെ നമുക്ക് ചിരിക്കാൻ നമ്മളെല്ലാവരും ചിരിക്കുക. അജു വർഗീസ് നിവിൻ കോംബോ എല്ലാം നല്ല കണക്ട് ആയിട്ടുണ്ട്. ജനാർദ്ദനൻ കോംബോ കണക്ട് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പഴയ നിവിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇമോഷണലി കണക്ട് ആയിട്ടുണ്ട്. നല്ലൊരു ഫീൽ ഗുഡ് എന്റർടൈനർ ആയിരിക്കും. ഫാമിലി ഓഡിയൻസിനും എല്ലാം അങ്ങനെ ഫുള്ളി ഇമോഷണൽ അല്ല. എന്നാലും സെക്കൻഡ് ഹാഫ് നമുക്ക് എത്തുമ്പോൾ ലാസ്റ്റോടെ പോകുമ്പോൾ കുറച്ച് ഇമോഷണൽ സീൻസ് വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഹൊറർ, കോമഡി, ഫീൽ ഗുഡ് എല്ലാം മിക്സ് ആയിട്ടൊരു പടമാണ്. എല്ലാവർക്കും കണക്ട് ആവും. ഫാമിലി ഓഡിയൻസിനും യൂത്തിനും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ഫീൽ ഗുഡ് പടമായിരിക്കും. ഇന്ന് നല്ലൊരു റണ്ണിങ് സക്സസ് കാണാൻ തോന്നുന്നുണ്ട്. നല്ല പടമാണ്. നെവിൻ്റെ പഴയ ഷാമുണ്ട്. ക്രിസ്മസിന് നെവിൻ തൂക്കി. എനിക്ക് വർക്കായി, നല്ല വർക്കായി. ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും. ഇത് പുതിയൊരു പടം, അങ്ങനെ പറയാൻ പറ്റും. ഫാമിലിക്ക് ഇഷ്ടപ്പെടും.